അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ജീവജാലങ്ങളും ഈ മറ്റു മനുഷ്യരും എല്ലാം നിലനിന്നാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള ബോധ്യം വരിക. അതിലേക്ക് എത്തിക്കുകയാണ് സന്യാസിമാർ ചെയ്തത്. അവിടെയാണ് കാട്ടാളൻ മഹർഷിയായിട്ട് മാറുന്നത്. ക്രൗഞ്ചദുന്ദു വിയോഗോഥ ശോകം ശ്ലോകത്വമാകുക ദണ്ഡിയുടെ സൂചനയാണ്. സംസ്കൃത പണ്ഡിതനായ ദണ്ഡി പറയാണ്, ക്രൗഞ്ചമിഥുനങ്ങളുടെ ശോകമാണ്, ദുഃഖമാണ് അവനിൽ ശ്ലോകമായി പരിണമിച്ചത്. മറ്റുള്ളവരുടെ ദുഃഖം എന്നാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇങ്ങനെ ആഘോഷിക്കുക മാത്രമേ ഉള്ളൂ, അച്ഛനെ ഉറക്കുകയല്ല ചെയ്യുന്നത്. സ്കൂളുകളിലും പോലീസ് സ്റ്റേഷനിലൊക്കെ മഹാത്മാ ഗാന്ധിയുടെ പടം വെച്ചിരിക്കുന്നു. ഗാന്ധിജിയെ പഠിക്കുമോ നമ്മൾ? ഗാന്ധിജിയെ നമ്മൾ ഓർമ്മിക്കുമോ? ഇല്ല. അത് തലേൻ്റെ പിന്നിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. പല്ലിക്കും കൂറയ്ക്കും ഈച്ചയ്ക്കും ഒക്കെ വന്നിരിക്കാനുള്ള നല്ലൊരു സ്ഥലമായിട്ടത് അങ്ങനെ നിൽക്കുകയാണ് കാലങ്ങളായിട്ട്. അത് തുടച്ചോളണമെന്നില്ല, കഴുകണമെന്നില്ല. ഗാന്ധിയെക്കുറിച്ച് പഠിക്കില്ല. ഒരു ചങ്ങാതി പെണ്ണ് കാണാൻ പോയിട്ട് കുറച്ചു കാലം മുമ്പുള്ള കഥ കേട്ടോ. പക്ഷെ എന്നാലും അധികം പഴയതല്ല, മൊബൈലും ഒക്കെ വന്നതിന് ശേഷമുള്ളതാണ്. അങ്ങനെ സ്വകാര്യമൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു, ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിസ്റ്ററിയിൽ. അപ്പോൾ പെണ്ണ് പറഞ്ഞാൽ ഞാനും ഹിസ്റ്ററി തന്നെയാണ് വിഷയം, ഞാൻ MA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതായാലും എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി. അങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് കുടുംബങ്ങളെക്കുറിച്ച് അല്ല, അച്ഛൻ പുറത്താണ് ജോലി, എപ്പോഴും കൊല്ലത്തിൽ 2 കൊല്ലം കൂടുമ്പോഴൊക്കെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറെ എന്തൊക്കെ വിഷയം പറഞ്ഞ് തീർന്ന് അങ്ങനെ മൊബൈൽ നമ്പറൊക്കെ മേടിച്ച് തിരിച്ച് പോകാൻ സമയത്ത് വീട്ടിൻ്റെ പൂമുഖത്ത് ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഫോട്ടോസ് നിരത്തി വെച്ചിരുന്നു, ചുമരുമ്പിലൊക്കെ അല്ലേ. ഇന്നേത് ഫോട്ടോ വെക്കാമെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ മഹാന്മാരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ദൈവങ്ങളുടെയൊക്കെ പടം വെക്കുക. ഇന്നിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും വരച്ച് വെച്ചാണ്. എന്താണെന്ന് ചോദിച്ചാൽ വരച്ചോന്ന് തന്നെ അറിയുമെന്നുള്ളതിപ്പോൾ ആധുനിക വരെയാണ്. ഈ പണ്ടൊക്കെ പേപ്പറിൻ്റെ അകത്ത് മഷി ഇങ്ങനെ കുടഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നോർത്തും ബന്ധമൊന്നും കിട്ടുമല്ലോ, അതുപോലെയൊക്കെ കാണും, അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പലതും കണ്ടിട്ടുണ്ട് ഒക്കെ വീട്ടിൻ്റെ. പക്ഷെ അയാൾ ഇറങ്ങുന്ന സമയത്ത് പലതും കണ്ടപ്പോൾ പെട്ടെന്ന് അച്ഛൻ മിലിറ്ററിയിലല്ലേ അത് പറയേണ്ടതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. രാത്രിയിൽ ഫോൺ തിരിച്ച് വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞു, ചേട്ടാ നമ്മൾ ചേരില്ല എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചു. സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടാൽ തിരിച്ചറിയാത്ത നിങ്ങൾ എന്ത് ഹിസ്റ്ററിയിൽ PhD ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കുട്ടികൾ വിളിച്ചിട്ട് ചോദിക്കുക, അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ പേരറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ, അവിടെ എത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. മോൻ്റെ പേരറിയാത്ത അച്ഛൻ വന്നിരുന്നു സ്കൂളിൽ കുട്ടീനെ ചേർക്കാൻ. ഞാൻ ഇരുന്നൊരു സ്ഥലത്ത് ഒരു സ്കൂളിൽ മാഷെന്നൊക്കെ പറഞ്ഞു, മോനെ ചേർക്കണം 1ാം ക്ലാസ്സിൽ എന്നൊക്കെ വിചാരിച്ച് വന്നു. ആയിക്കോട്ടെ, മോനോട് കിട്ടോ കൊടുത്തില്ല. ആപ്ലിക്കേഷൻ എടുത്ത് കൊടുത്തപ്പോൾ മാഷ എന്നെ പൂരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. തെക്ക് ഭാഗത്തോട്ട് സാറിനെ വിളിക്കുള്ളൂ. സാറ് പൂരിപ്പിച്ചോളൂ സാറ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഇയാളോടാ ചോദിച്ചത് കഷ്ടകാലത്തിന്. ഉടനെ അയാൾ തിരിഞ്ഞു, എന്താണ് എൻ്റെ പേര്? മോനോട് ചോദിക്കുക. ഞാനിട്ട് പോയി. പിന്നെ കുറച്ച് ഞാൻ ചോദിച്ചു, അന്തരഞ്ഞ് എന്തൊക്കെയോ വിളിക്കുന്നതൊക്കെ വീട്ടിൽ നിന്ന് വിട്ടുവന്നോ എന്താ അത് ശരി, എൻ്റെ പേര് ജിഷ്ണു എന്നല്ലേ അറിയണ്ടേ. അപ്പോഴാണ് വേറൊരു കഥ എനിക്ക് ഓർമ്മ വന്നത്. ഇതൊക്കെ സംഭവിച്ചു, ഇത് എനിക്ക് സംഭവിച്ച അല്ല. ഇടയ്ക്ക് ഞാൻ ഇതിങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് എന്തൊരു സന്തോഷം ഉണ്ടാവുമെന്ന് അറിയാം. ആ ടെൻഷൻ ഇല്ലാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഇടയ്ക്ക് ഇതൊക്കെ ആലോചിച്ചാൽ മതി. ഒരു സ്ഥലത്ത് ചെറിയ വീട്ടിൽ രാവിലെ കടുന്നുള്ളിപ്പോൾ ചടുക്കളയിലേക്ക് എന്നിട്ട് അമ്മയോട്, അമ്മ ഇവിടെ കട്ടിൻ്റെ മുകളിൽ ആരോട് കിടക്കുന്നത് അച്ഛനാടാ ഉപരായതിനെ കണ്ടില്ലേ. എപ്പോഴെങ്കിലാണ് വരിക കുറുക്ക ബസ് എന്നൊക്കെ പറഞ്ഞാൽ മതി. കോളേജ് ചാടി മരം കയറാൻ അറിയുമോ നമ്മളെ മക്കൾക്ക്? നീന്താൻ അറിയുമോ മക്കൾക്ക്? വണ്ടി മുരുണ്ടി പിടിച്ച് പോകുന്നത് കണ്ടാൽ പേടിയാണ്. എന്തൊന്നാണ് ഇപ്പോൾ പോയത് ആർക്കറിയില്ല, ഒച്ച മാത്രമേ ഇരിക്കും. പാവങ്ങൾ. ഇന്നാൾ ഒരാൾ എന്നോട് പറഞ്ഞാൽ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ റിട്ടയറായ ആൾ പറയാം, ഞാനിപ്പോൾ ഇങ്ങനെ മുരുണ്ടി പിടിച്ച് വരുന്ന വണ്ടിക്കൊക്കെ വേഗമാണ് സൈഡ് കൊടുക്കും ഞാൻ ബൈക്കിനോ കാറിനൊക്കെ പോകുമ്പോൾ. ഞാൻ എന്താ അന്ന് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞു, ശരിക്കും ആൾ നിർത്തി വേണ്ട മാഷെ ഏതെങ്കിലും ലോറിൻ്റെ ചോട്ട് പോയിക്കോട്ടെ. അതിന് ശേഷം ഇപ്പം ഞാനും ഒന്നും പറയാൻ പോകില്ല. ആരെയും അല്ലാണ്ട് ഓണടിച്ചിട്ട് വേഗം സൈഡായി കൊടുക്കും.
ഇല്ലെങ്കിൽ പോയിക്കോട്ടെ. അർജന്റായിട്ട് പോവുകയാണ് അടുത്ത 16 ഏക്കർ ലോറിയുടെ ചോട്ടിലേക്ക്. മനസ്സിലാവുന്നില്ല. അവരുടെ വിചാരം എന്താണെന്നറിയോ? ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, സമ്മതിക്കാറുണ്ട് അവസാനം കേട്ടോ. മക്കളെ, നിങ്ങൾ വിചാരിക്കുന്നതിനെ മുറിഞ്ഞിപ്പെട്ട് അടിച്ചു പൊളിച്ചു പോകുന്ന സമയത്ത് ബാക്കിയുള്ളവർ അവൻ ഒരു ഭയങ്കര അഭ്യാസിയാണല്ലോ, എന്ത് മനോഹരമായിട്ട് പറക്കും, അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല. ആൾക്കാർ പറയുന്നത് വേണ്ട പോണ് കയ്യും കാലം ഒടിയണ്ട ഇരിപ്പേ എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അവര് വിചാരിക്കുന്നത് എന്താണെന്നറിയ, പോകുന്നാൽ ഞാൻ ഭയങ്കരനാണ് എന്നാണ് നാട്ടുകാർ മൊത്തം വിചാരിക്കുന്നത്. എന്തു ഇങ്ങനെ തെറ്റായ ധാരണകളിൽ എത്താൻ കാരണം നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് സംസ്കൃതിയിലേക്ക് പോകാതെ വികൃതി മനസ്ഥിതിയായി പോയിട്ടാണ്. പ്രകൃതിക്ക് അനുസരിച്ച് തന്നെ ജീവിക്കണം എന്നല്ല പറയുന്നത്. പ്രകൃതിക്ക് അനുസരിച്ചാണെങ്കിൽ നമ്മൾ അവസരപ്പായും കൊള്ളില്ല. പക്ഷെ നമുക്ക് വിവേകമുണ്ടല്ലോ, അതുകൊണ്ട് വികൃതിപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് സംസ്കൃതി ഉണ്ടാക്കി. കല്യാണം അതിൻ്റെ ഭാഗമാണ്. വീട്ടിലെ ഓരോ ചടങ്ങുകളും, ചെറിയ ഭാരതീയരുടെ ചെറിയ 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 ചടങ്ങുകളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. സമൂഹത്തിന് സ്വാസ്ഥ്യമുണ്ടാവണം. ഒരു മരണം വീട്ടിൽ നടന്നാൽ ആ മരിച്ച ആളെ വൃത്തിയാക്കിയിട്ട് മാത്രമേ അടക്കം ചെയ്യുള്ളൂ. അഗ്നി ശുദ്ധീകരണം പൂർണ്ണ വളർച്ചയെത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വൃത്തിയായി വന്നതിന് ശേഷമേ, കുളിച്ച് വന്നിട്ട് വേണം കുളിപ്പിക്കാൻ. ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ വേദങ്ങളില് ഒരു ഭാഗം തന്നെ കൽപ്പസൂത്രങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച വരുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ അഗ്നിശുദ്ധി ചെയ്തതിന് ശേഷം പോയി കുളിച്ച് തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കാവുള്ളൂ. അമിത ഭക്ഷണം ഒന്നും കഴിക്കരുത്. 16 ദിവസം. അതിനെന്താ പറയുക നമ്മുടെ നാട്ടിൽ? കൊലാന്ന് പറയാം. ഇപ്പം അതിനെന്താ പറയാ? ക്വാറന്റൈൻ എന്ന് പറയും. അതേ വ്യത്യാസമുള്ളൂ. ഒരു 10 കൊല്ലം മുമ്പ് വരെ നമ്മളെ കളിയാക്കിയിരുന്നു അല്ലേ? അമ്പലത്തിൽ പോകുന്നവൻ എന്താ? അമ്പലത്തിൽ പോയിട്ട് വരുന്നവൻ്റെ ചെവിയിലാണ് ഒരു സാധനം ഉള്ളത്. എന്താണ്? പൂവ്. അപ്പൊ അത് വെച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഓനിപ്പോ ചെവിയിൽ ജപത്തി പൂ വെച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. ഭ്രാന്തൻ മാത്രമേ അമ്പലത്തിൽ പോകുന്നു തന്നെയാണ്. നിങ്ങളങ്ങനെ ഒന്നാണോ? അങ്ങനെ പറയുന്നത്. ചെവിയിലും തലയിലും ചെമ്പരത്തിപ്പൂവും തുളസിപ്പൂവും വെച്ചാൽ, ചെമ്പരത്തിപ്പൂന്ന് മാത്രം പറഞ്ഞാൽ മതി, എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഭ്രാന്താണ്. പേരുകൾ പോലും ഭ്രാന്തായി മാറി. ഇവിടുത്തെ പേർക്ക് അങ്ങനെയുള്ള പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശശി, അയ്യേ അല്ലേ? സത്യം പറയട്ടെ, ഹിന്ദുവിൻ്റെ പേര് മാത്രമേ മോശമായിട്ടുള്ളൂ. അങ്ങനെ വേറൊരു പേര് മോശമായതായിട്ട് ചിത്രീകരിക്കുമോ? നമുക്കെന്തോ തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. വിളക്ക് കത്തിച്ചാൽ മോശമാണ്. മറ്റെന്ത് പ്രാർത്ഥന നടത്തിയാലും കുഴപ്പമില്ലേ? വിളക്ക് കത്തിക്കുന്നതിനാണ്. രാക്ഷസീയതയിൽ നിന്ന് ഈശ്വരീയതയിലേക്ക് എന്ന് പറഞ്ഞ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാനാണ്. അതാണ് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുർമ അമൃതംഗമയ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് വേദങ്ങളിലൊക്കെ അവതരിപ്പിച്ചത്. വേദങ്ങളിലൊന്നും ഒരു ദേവനെ കുറിച്ച് പറയുമ്പോഴും വ്യക്തിപരമായിട്ട് ഇത് മാത്രം പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് സുഖം കിട്ടുമെന്ന് പറയുന്നില്ല. ഇവിടെ മുരുകനാണല്ലോ അല്ലേ? ഷഠാനനം ചൊല്ലിയല്ലോ. ഷൺമുഖേട്ടൻ്റെ പേരും ഷൺമുഖനാണല്ലേ? അങ്ങനെ ഒന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള പേരൊന്നും ഇടൂലാന്ന് തോന്നുന്നില്ലേ? ഷൺമുഖൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, ബ്ലാക്ക് എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങളറിയില്ല. എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തേന് മമ്മൂട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, ഷൺമുഖോ എന്ന് പറയും. നന്നായി വിജയിച്ച പടമാണ്. മോഹൻലാലിൻ്റെ 2 സിനിമകളിൽ ഷൺമുഖനായിട്ട് ബന്ധപ്പെട്ട സംഗതിയുണ്ട്. ഏതൊക്കെയാണ്? ഏതാ? ഒന്ന് പുലിമുരുകൻ, മുരുകനാണ്. പിന്നെ ഏതാണ്? മക്കളെ അറിയോ? അതല്ലേ സിനിമയിലെ ആൾക്കാർ? മോഹൻലാലിൻ്റെ പാട്ട് കണ്ടിട്ടില്ലേ ഞങ്ങള്? അടിച്ചുപൊളി പാട്ടില്ലേ ലാലിൻ്റെ ഒരു സിനിമയിൽ? എന്താ? ഏതാ പാട്ട്? പറഞ്ഞോ? ആ നരല്ലേ?
അതല്ലേ അതന്നെ മോന്റെ പേരെന്താ? അത് പറഞ്ഞു കൊടുത്തേ. മോന്റെ പേരെന്താ? മോനെ കാശി. കയ്യടിയോട് കാശി. എല്ലാവരും കയ്യടിയോട്. ധൈര്യം വേണ്ട അല്ലേ? കുറെ ആൾക്കാരോട് കുത്തിയിട്ട് അരമിട്ടുന്നില്ലല്ലേ കാശി? കാശി വിശ്വനാഥ. നരല്ലൊരു പാട്ടുണ്ടല്ലോ അല്ലേ? ഹരഹരോ ഹരാന്ന് പറഞ്ഞിട്ട് എൽമുരുക എന്നാണ് തുടങ്ങുന്നത്. ദേവതകളുമായി ബന്ധപ്പെട്ട് അഡിക്റ്റായ മനസ്ഥിതിയോടുകൂടി ചെയ്തിട്ടുള്ള സാധനാപൂർണമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിജയിച്ചിട്ടുള്ളൂ. ലോകത്തിൽ എവിടെ നിങ്ങൾ നോക്കിയാൽ ഏത് മതങ്ങളെയും പഠിച്ചോളൂ. അത് നബി തിരുമേനിയെ ആയാലും ശരി, യേശുദേവനെ ആയാലും ശരി, ബുദ്ധനെ ആയാലും ശരി, ശങ്കരനെ ആയാലും ശരി. ഞാൻ പറഞ്ഞല്ലോ, മാനന്തവാടിയിൽ നാട്ടുകാർക്ക് ഇറങ്ങാൻ പേടിയാണ്, കരടി ഇറങ്ങിയിട്ട്. ശങ്കരൻ പോയ വഴിയിൽ പോയോ? നമ്മളാരെങ്കിലുമൊക്കെ പോയി നോക്കിയില്ലേ? ചിത്രപൂലയിലേക്കൊക്കെ, മൂകാംബികയിൽ ആലോചിച്ച് നോക്കൂ. AD 820 സമാധിയായ ആളാണ് ആദിശങ്കരാചാര്യൻ. AD 820. ഇതിപ്പോൾ AD 2024. എത്ര വർഷം മുൻപാണ്? അന്ന് അവിടുത്തെ കാട് എന്തായിരിക്കും? അന്ന് അവിടുത്തെ ജനവാസം എങ്ങനെയായിരിക്കും? അന്ന് അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ശങ്കരാചാര്യൻ നടന്നു പോയതാ. ബുള്ളറ്റൊന്നുമില്ല, തോക്കുമില്ല, ബോംബുമില്ല, അമ്പുമില്ല, വില്ലുമില്ല, ഒന്നുമില്ല. ഒരു വടിയുണ്ട്. അദ്ദേഹം പോയ വഴിയിൽ മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വഴിമാറി കൊടുത്തതാണ് ശരി. എങ്ങനെ സാധിക്കാന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. വെറുതെ അല്ലേ കഥകളൊന്നും. യേശുദേവന് കഴിവുണ്ടായിരുന്നു. യേശുദേവൻ ഭാരതത്തിൽ വന്ന് 16 വർഷക്കാലം ജീവിച്ചതായിട്ട് ചരിത്രരേഖകളുണ്ട്. അതൊന്നും ആരും യൂട്യൂബിലൊന്നും എഴുതിയിടില്ല കേട്ടോ. സമയം കിട്ടാണ്ട് ഞാൻ എഴുതില്ല. യൂട്യൂബിൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഷുഗർ എങ്ങനെ മാറ്റാം, ഉടനെ നമ്മൾ മാന്തി. കാരണം നമുക്കും ഉണ്ടല്ലോ ഒരു സാധനം, നോക്കും. പിന്നെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക, കുറേ സംഭവമാണ്. പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞില്ല, ശ്രദ്ധിച്ചോളണം കേട്ടോ. ഞാനത് ഒതൻറ്റിക്കായിട്ട് പ്രൂഫ്ഫുള്ളായിട്ടാണ് പറയുന്നത്. പുരാണങ്ങൾ പറയുന്നു. ഏത് പുരാണമെന്ന് പറയുന്നില്ല കേട്ടോ, എവിടെയാണെന്ന് പറയുന്നില്ല. നിങ്ങൾ കിഴക്കോട്ട് നോക്കുമ്പോൾ അവിടെ മുള്ളുള്ള മരമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കലഹം ഉറപ്പാണ്. പുതിയ പരിപാടിയാണ്. സബ്സ്ക്രൈബർ 3 കോടി, പൈസ മൂപ്പരുണ്ടാക്കുക. ഇതൊന്നുമല്ല ഭാരതീയത എന്ന് പറയുന്നത്. ഭാരതം ജീവിച്ച് കാണിച്ചു കൊടുത്തത്. ഞങ്ങളെന്താണ് സന്യാസിമാര്? അതാണ് ശങ്കരനൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്. ഞാൻ കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ് അയാൾ ജനിച്ചതെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ആലോചിച്ചപ്പോഴാണ് ഒന്ന് തിരുത്താൻ വിട്ടുപോയി ഞാൻ ആലോചിക്കുന്നത്. ശങ്കരാചാര്യർ ജനിച്ചത് കോട്ടയം ജില്ലയിലെ വെളിയനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ആരും പോയിട്ടുണ്ടോ? ആരും പോയിട്ടുണ്ടോ? വെളിയനാട് പോയിട്ടുണ്ടോ? ഇപ്പം ചിന്മയ മിഷൻ്റെ ഇൻ്റർനാഷണൽ ലൈബ്രറി ഉള്ള സ്ഥലമാണ്, പോയി കാണാം. പിറവത്തിനടുത്താണ്. പിറവത്തുനിന്നൊരു 3-4 കിലോമീറ്റർ. ഒരു പ്രാവശ്യം പോയാൽ വീണ്ടും നമുക്ക് പോകാൻ തോന്നും. അമ്മ വീട് അവിടെയാണ് ശങ്കരൻ ജനിച്ചത്. രായ്ക്ക് രാമായണം എന്ന് പറഞ്ഞതുപോലെ ശങ്കരനെ നേരം വെളുക്കുമ്പോഴേക്കും എവിടെ എത്തിച്ചാണ്? കാലടിയിൽ എത്തിച്ചത്. ജീവിതം കാലടിയില്ലേ? അവിടെ ആ കാലടിയിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ ശങ്കരൻ തൻ്റെ കാലിനടിയിൽ പറ്റിയ ഒരു തരി മണ്ണ് പോലും ആഗ്രഹിച്ചിട്ടില്ല. ശങ്കരനറിയാം ജീവിക്കാൻ വേറൊന്നും വേണ്ട. എഴുത്തച്ഛനറിയാം സംസ്കൃതത്തെ ലോകത്തിന് പ്രചരിപ്പിച്ച ആളുകളെ പഠിച്ചു നോക്കുക. അത് അറിയപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ മലയാള ഭാഷയിലുള്ള എഴുത്തുകാരെ കുറിച്ച് സൂചിപ്പിക്കാൻ കാരണമാണ് രാമചരിതം മുതൽ എന്ന് പറഞ്ഞത്. രാമചരിതകാരനെയോ കണ്ണശ്ശ രാമായണകാരനെയോ തുടങ്ങി ഇങ്ങോട്ട് പഠിച്ചാൽ അല്ലെ, രാമചരിതം ഒരു യുദ്ധകാന്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 11 ശ്ലോകങ്ങൾ. കണ്ണശ്ശ രാമായണം സമ്പൂർണ്ണ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം. രാമകഥാപാട്ട് അടുത്ത കാലത്താണ് അത് കണ്ടുകിട്ടിയത്. ഏതാണ്ട് 80-കൾക്ക് അവസാനമാണ് കണ്ടുകിട്ടിയത് രാമകഥാപാട്ട്.
ചന്ദ്രവളയം മുട്ടി പാടുന്ന ഒരു പാട്ടാണ്. ഒക്കെ രാമനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരെയൊക്കെ പഠിച്ചാൽ ജാനകി ജാനേ കഥനനിദാനം നാഹം ജാനേ മോക്ഷകവാടം നാഹം ജാനേ ആരെഴുതിയതാണ്? പൂർണ്ണമായിട്ട് സംസ്കൃതത്തിലുള്ളൊരു പാട്ടാണ്. സംസ്കൃതം പഠിച്ചിട്ടുള്ളതെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ കൈ നിൽക്കരുത്. പൂർണ്ണമായിട്ട് സംസ്കൃതത്തിലുള്ളൊരു പാട്ടാണ്. യൂസഫ് അലി ഗച്ചിയുടെ പാട്ടാണ്. അദ്ദേഹം വേറൊരു പാട്ട് എഴുതിയിരുന്നു, കൃഷ്ണകൃപാസാഗരം എന്ന് പറഞ്ഞിട്ട്, സർഗത്തിലെ ഏറ്റവും ധ്വനിയിലെ പാട്ടാണ്. ഇത് സർഗത്തിലെ പാട്ടാണ് അല്ലേ? ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. പാട്ട് കേൾക്കാത്തവരാരില്ലല്ലോ അല്ലേ? വിഷാദകാലേ സഖാത്വമേവാണ്. അത് പാട്ടൊന്ന് കേട്ടാൽ അത് ലയിച്ചെഴുതിയതാണ് അയാൾ ഏതാണ് മതം എന്നുള്ളതല്ല വിഷയം. അയാൾ രാമനെ പഠിച്ചു എന്നുള്ളതാണ്, രാമായണത്തെ പഠിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പാട്ടിന് അത്ര. ഇന്ന് ഏതൊരു പാട്ട് കേട്ടാലും നമുക്ക് അങ്ങനെ ചില പാട്ടുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പലതും അത് ഈ പറഞ്ഞ രാമനെ കുറിച്ചോ കൃഷ്ണനെ കുറിച്ചോ മാത്രമല്ല, യേശുവിനെ കുറിച്ചും ഞാൻ പറയാറുണ്ട്. യേശുദേവനെ കുറിച്ചുള്ള ചില പാട്ടുകൾ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കും ചിലപ്പോൾ. സത്യനായക, മുക്തിദായക, പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹഗായക എന്ന് പറയുന്ന പാട്ട്. ആ പാട്ട് ഇന്നൊന്ന് കേട്ടു നോക്ക്. കാരണം ആ എഴുതിയ ആള്, ആ വരികള് അവരുടെ ജീവിതത്തിൻ്റെ, വൈലോപ്പിള്ളിയൊക്കെ പറയുന്നത് പോലെ ആ ജീവിതത്തിൻ്റെ രക്തം ചിന്തുന്ന ഏടുകളിൽ നിന്ന് പറിച്ച് എടുത്തിട്ട് അതിലാണ് എഴുതുന്നത്. അവരെ ചോര മുക്കി എഴുതുക. അതാണ് ശരിക്കും സംസ്കൃതി എന്ന് പറയുന്നത്. അതാണ് നാരായണ ഗുരുദേവനിലും ചട്ടമ്പി സ്വാമികളിലും ഗാന്ധിജിയിലും ഒക്കെ കണ്ടത്. ഗാന്ധിജിയെ പഠിക്കാത്തവര് ഗാന്ധിജിയുടെ രാമനല്ല ഇപ്പോഴത്തെ രാമൻ എന്ന് പറയുന്നത്. ഗാന്ധിജിയെ പഠിച്ചോ നമ്മള്? ഏതെങ്കിലും ഗാന്ധി ജയന്തിയിൽ നിന്ന് നമ്മളെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഗാന്ധി ജയന്തിയിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ സ്കൂളിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നത്? അവധിയല്ലേ ഗാന്ധി ജയന്തിക്ക്? ഓൻ എന്തെങ്കിലും ആയിക്കോട്ടപ്പാ. ഒരു മാഷ എന്നോട് ചല്ല മാഷ, ഈ ശ്രീനാരായണ ഗുരുദേവെ സിംഹത്തിൽ എരിച്ച് കഞ്ഞിയിൽ വെച്ചു. അതൊന്നും പരിപാടിയാണ്. ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ ആലോചിച്ചതാണ്. വലിയൊരു കാര്യമാണല്ലോ പറഞ്ഞു. ഞാൻ സത്യത്തിൽ നാരായണ ഗുരുദേവൻ എപ്പോഴാണ് ജനിച്ചതെന്ന് വിഷയം മാഷാണ് കേട്ടോ. 3 പുസ്തകങ്ങളിൽ 3 വർഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 1953, 1954, 1955. എപ്പോഴാണ് ജനിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ? ഗുരുദേവന്റെ കൂടെ ജീവിച്ച കുമാരനാശാൻ, ആശാൻ ഗുരുദേവന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ചെറിയ പുസ്തകം വായിച്ചോ. ശ്രീനാരായണ ഗുരു ജയന്തിക്കും സമാധിക്കും എന്താണ്? സ്കൂളിന് അവധിയാണ്. നമ്മളവരെ കുറിച്ച് പഠിക്കണ്ടേ? ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ബോധപൂർവമുള്ള ശ്രമങ്ങളാണ്. സ്കൂൾ വെക്കുകയാണ് വേണ്ട. അബ്ദുൽ കലാം പറഞ്ഞില്ലേ, എൻ്റെ ജന്മദിനമോ മരണദിനമോ ഒന്നും അവധിയാവരുതെന്ന് പറഞ്ഞില്ലേ APJ അബ്ദുൽ കലാം? സ്കൂൾ അടയ്ക്കാൻ പാടില്ലേ? ഇല്ലെങ്കിൽ വേറെ സംവിധാനം വേണം. ക്ഷേത്രങ്ങളിൽ സംവിധാനം ഉണ്ടോ നമുക്ക് നാരായണ ഗുരുദേവനെ പഠിക്കാൻ, എഴുത്തച്ഛനെ പഠിക്കാൻ? അതിനെ ചോദിച്ചു. മലയാള സാഹിത്യത്തിനെ ചിന്തിച്ചാൽ എഴുത്തച്ഛന് ശേഷമാണ് മലയാള സാഹിത്യം മാറുന്നത്. എന്തുകൊണ്ടാണ് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നതെന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു. അപ്പോൾ വേറെ ആരും കിട്ടാത്തതിനെ കൂടെ വിളിച്ചേക്കും. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സംസ്കാരപൂർണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതുവരെ ഉണ്ടായിരുന്നില്ല. 13-ാം നൂറ്റാണ്ടിലാണ് ഞാൻ പറഞ്ഞ രാമചരിതം, 14-ാം നൂറ്റാണ്ടിലാണ് കണ്ണശ്രാമായണം, 15-ാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണകഥ, 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛന്റെ ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണാമൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ എന്ന് പറഞ്ഞ ഭാഗം ഇല്ലായിരുന്നുവെങ്കിൽ ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു അഗ്നി കണക്കയെ നീ. ആരതാണ് കവിത?
ആരാ വരിക? ഞാനിപ്പോൾ വന്നത് വരിക. അല്ല, നിങ്ങൾ ബംഗാളികളൊക്കെയാണോ അറിയാൻ ചോദിക്കുക? മലയാളികളല്ലേ? കുമാരനാശാന്റെ വീണ പോവാണ്. ഹാ പുഷ്പമേ അധിക തുങ്ക, ഹാ പുഷ്പമേ തമാരി പോവായിരിക്കും ഇല്ലേ മ്യൂസിക് അല്ലേ? എന്താ ഹാ പുഷ്പം? ശ്രീഭൂവിൽ അസ്ഥിരം സംശയം ആഹൂതിയങ്ക് പുനരങ്ങി കിടപ്പിതോർത്താൽ. ശ്രീഭൂവിൽ അസ്ഥിര, ആ വാക്ക് തന്നെ അവിടെ വന്നിരിക്കുകയാണ്. ആരതാണ്? എഴുത്തച്ഛനാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. അതാണ് എഴുത്തച്ഛന് ശേഷം 19ാം നൂറ്റാണ്ടില് ആരെഴുതി? ശ്രീഭൂവിൽ അസ്ഥിരമ സംശയം. അപ്പോ എഴുത്തച്ഛൻ ഇല്ലെങ്കിൽ, രാമായണം ഇല്ലെങ്കിൽ, കുമാരനാശാൻ ഇല്ല. ചിന്താവിഷ്ടയ സീത 192 പദ്യങ്ങൾ, നിയോഗിനി വൃത്തത്തിലുള്ള 192 പദ്യങ്ങളുള്ള ചിന്താവിഷ്ടയായ സീത പഠിച്ചു നോക്കുക. ചിന്താവിഷ്ടയായ സീത. സീതനെ എവിടെ നിന്ന് കിട്ടിയാണ്? രാമായണത്തിൽ കിട്ടിയാണ്. ഈ സംസ്കാരമില്ലെങ്കിൽ സാഹിത്യമില്ല മലയാളത്തിൽ. തത്വമസി ആരതാണ്? സുമാർ അഴീക്കോടിനാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളൊക്കെ കൂടെ നടന്നിട്ടുണ്ട്. എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ഞങ്ങൾ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ അറിവുള്ള ആളുകളാണ്. തത്വമസി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും മേടിച്ചു. തത്വമസി ആ കൃതി ഏതാ സംഗതി എന്നറിയോ? എന്താ സംഗതി എന്നറിയോ? 10 ഉപനിഷത്തുകളെ പഠിച്ചിട്ട് അതിന് പാഠം എഴുതിയതാണ്. അടിക്കുറിപ്പുകൾ ഉണ്ടാക്കിയാണ്. ഉപനിഷത്തില്ലെങ്കിൽ ആരില്ല? സുമാർ അഴീക്കോട് ഇല്ല, തത്വമസി ഇല്ല. ഖസാക്കിന്റെ ഇതിഹാസം, ഞാൻ ചെറിയ ഉദാഹരണം പറയുന്നു കേട്ടോ. നിന്ന് പറഞ്ഞാൽ നേരം എടുക്കുന്നവരെ പറഞ്ഞത് മലയാളം. ഖസാക്കിന്റെ ഇതിഹാസം. എന്താ അവസാനത്തെ വാക്ക്? ഇതിഹാസം. ഇതിഹാസം ഭാരതത്തിൽ ഏതൊക്കെയാണ് സത്യത്തിൽ? രാമായണം, മഹാഭാരതം. എന്തുകൊണ്ടാണ് OV വിജയൻ തന്റെ നോവലിൽ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് കൊടുത്തത്? ഇത് ഇതിഹാസമാണ്. ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചാൽ രാമായണത്തിന്റെ അന്തസത്തെ അറിഞ്ഞവനാണ് വിജയൻ എന്ന് മനസ്സിലാവും. സായന്തനങ്ങളുടെ അച്ഛ വിടതരിക, മന്ദാരത്തിന്റെ ഇലകൾ തുന്നിച്ചേർത്ത പുനർജനിയുടെ കൂട് വിട്ട് ഞാൻ യാത്രയാവുകയാണ്. വിജയന്റെ വാക്കുകളാട്ടോ. ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചാൽ കാണാം. അവസാന സമയത്ത് രവി എന്ന് പറയുന്ന ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായ രവി കൂമൻകാവിൽ ബസ്സിറങ്ങിയിട്ട് തുടങ്ങിയിട്ടുള്ള യാത്രയിൽ പല അനുഭവങ്ങളും ഏറ്റുവാങ്ങി ഒടുവിൽ തിരിച്ചിറങ്ങുമ്പോൾ ബസ് കാത്തു നിൽക്കുന്ന രവി കൊച്ചരി പല്ലുകാട്ടി ചിരിച്ച ഒരു പാമ്പിൻ്റെ വായിലേക്ക് കാല് വെച്ചു. അത് പല്ല് അമർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ രവി വീണു. അതിൻ്റെ ആ സമയത്തിന് കുറച്ച് മുൻപുള്ള വിജയൻ്റെ വാക്കുകളാണ് സായന്തനങ്ങളുടെ അച്ഛ വിടതരിക, മന്ദാരത്തിൻ്റെ ഇലകൾ തുന്നിച്ചേർത്ത പുനർജനിയുടെ കൂട് വിട്ട് ഞാൻ യാത്രയാവുകയാണ്. രാമായണമില്ലായിരുന്നു എഴുതി OV വിജയനില്ല. OV വിജയൻ്റെ പുസ്തകങ്ങൾ പഠിച്ചു നോക്കുക. ദാർശനികനായ എഴുത്തുകാരനായിരുന്നു OV വിജയൻ. കേരളത്തിൽ സത്യത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടേണ്ടിയിരുന്ന എഴുത്തുകാരനും കിട്ടാതെ പോയ എഴുത്തുകാരനുമാണ്. കൊടുക്കാൻ കിട്ടാണ്, കൊടുത്തുകൂടാ. എന്തുകൊണ്ടാണ് എന്നറിയണമെങ്കിൽ 2-3 പുസ്തകങ്ങൾ വായിക്കുക. ഒന്ന് ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുക, രണ്ടാമത് ഇതിഹാസത്തിന്റെ ഇതിഹാസം വായിക്കുക, മറ്റൊന്ന് ധർമ്മപുരാണം വായിക്കുക. ധർമ്മപുരാണം വിജയന്റെ നോവലാണ്. ധർമ്മപുരാണത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ പേര് അടിയന്തരാവസ്ഥ എന്നായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. 1975 ജൂൺ 23 മുതലാണ് 19 മാസക്കാലം അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത്. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന്റെ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് കലാകൗമുദിയിൽ ഖണ്ഡശ്ശ പ്രസിദ്ധീകരിച്ച കൃതിയാണ് ധർമ്മപുരാണം. ആ ധർമ്മപുരാണം ഇയാൾ എഴുതാൻ കാരണം ഭാരതത്തിലെ ധർമ്മം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഭാരതം അധർമ്മത്തിലേക്ക് പോകുന്നു. ചർച്ച ചെയ്യപ്പെടുന്നതാണ് സമൂഹത്തിൽ, അധ്യാപകന്മാരുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ.
മൂന്നാമത്തെ അധ്യായത്തിന് അടിയന്തരാവസ്ഥ എന്ന് പേര് കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുകൊണ്ട് ആ അധ്യായത്തിന്റെ പേര് പ്രതിസന്ധി എന്നാക്കി മാറ്റി ബുദ്ധിപരമായിട്ട് രക്ഷപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടാതെ പോയ ആളാണ് വിജയൻ. ആ ധർമ്മപുരാണം തുടങ്ങുന്നത് ധർമ്മപുരിയിൽ ശാന്തിഗ്രാമത്തിൽ പ്രജാപതിക്ക് തൂറാൻ മുട്ടി എന്നാണ് തുടങ്ങുന്നത്. നോവൽ തുടങ്ങുന്നത് വായിക്കുന്നത്. സമൂഹത്തിനോട് പറയേ എന്നാ ഞാൻ ചോദിച്ചു, 40 വയസ്സിന് താഴേക്കുള്ള ആരെങ്കിലും ഉണ്ടോ? മോനെ എന്താ പേര്? നിധിൻ. കഷായത്തിൽ വിഷം കളിക്കൊന്നും അല്ലല്ലോ. ചിലപ്പോൾ കാമുകന്മാരും കാമിനിമാരും ഒക്കെ എങ്ങനെയാണ് പുറത്തുനിന്ന് പറയുന്നതാ, നാരങ്ങയിൽ കുറച്ച് പിന്നെ മറ്റേ ഇതും കൂടി ഇട്ട് കൊണ്ടു കൊടുക്കും. മൂപ്പര് നാളെയുള്ള പ്രവാസം മുന്നോട്ട് ഞാൻ വെറുതെ പറഞ്ഞോ, ഇതൊന്നും മുമ്പളെ യേശുല്ല. കണ്ടപ്പോൾ നാരങ്ങാവുള്ള കഞ്ഞിൻ്റെ വെള്ളത്താനാണ് തോന്നിയത്. ഇളന്നില്ല കേട്ടോ, വിചാരിച്ച മാതിരിയല്ല ആള്. ഞാൻ കുറച്ച് തരാം, കുഴപ്പമൊന്നുമില്ല, ബാക്കി കുടിക്കാനാ. ഞാൻ വെറുതെ പറയും. അല്ല പറഞ്ഞൂടെ, കാമിനിയും കാമുകനും കൂടി ഭയങ്കര പ്രണയം, പ്രേമം, സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയില്ല. ഒക്കെ വ്യത്യാസമുണ്ട്. ഒടുവിലല്ലേ മനസ്സിലായത്, കൊക്കക്കോളൻ്റെ അകത്ത് വിഷം കലക്കി കൊടുത്താൽ മുപ്പർക്ക് പിടി കിട്ടും. പിടിച്ചു പോയാലും വ്യക്തിയിൽ എന്തൊരു കയ്പെന്ന് വെച്ചു, സംഭവം മനസ്സിലായില്ല. അടുത്ത പരിപാടി എന്താണ്? കഷായത്തിൻ്റെ അകത്ത് വിഷം കലക്കി കൊടുക്കും, എന്നാൽ കയ്പ് മനസ്സിലാവില്ലല്ലോ. ഓ ഇത് ആനുഷംഗികമായിട്ട് അനായിട്ടാവും വെള്ളം കൊണ്ടുവന്നു അല്ലേ. ഓന് തോന്നി ഇയാൾ കുറച്ച് വെള്ളം കുടിക്കട്ടെ, ഞങ്ങൾ കുറേ കാര്യം വെള്ളം കുടിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ സാഹിത്യം ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗ്രന്ഥങ്ങളെ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ഭാഷാന്തരീകരണം, അതായത് റീടോൾഡ് സംഭവിച്ചിട്ടുള്ളത് ബൈബിളിനാണ്. ലോകത്തിലെ പല ധാരാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ബൈബിളാണ്. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട കൃതി ഏതാണത്? ഭഗവത്ഗീതയാണ്. പള്ളിയിലച്ഛനാവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? പഠിക്കാൻ പോണേ ഗീത പഠിക്കണം. കർമ്മയോഗം ലണ്ടനിൽ സെമിനാരിയിൽ കർമ്മയോഗം പഠിക്കും. ഇപ്പോ മോനെ എവിടെ പോണ? മോനെ ഉത്തരവ് എനിക്കറിഞ്ഞോട് എന്നോട്. നമ്മുടെ ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ആളില്ലേ, ആളെ അറിയാം. ഓപ്പൺ ഹൈമർ കേട്ടിട്ടുണ്ടോ? ഓൻ തിരിച്ചു തരാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പേര് പറഞ്ഞു. ഓപ്പൺ ഹൈമറെ കഥ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? സ്റ്റീലിയൻ മർഫി അല്ലേ? അയാളെന്താ ചെയ്തത്? ഗീത കംപ്ലീറ്റ് പഠിച്ചു. കാരണം ഓപ്പൺ ഹൈമർ ഗീത പഠിച്ചതിന് ശേഷമാണ്, അതിന്റെ മാനേജ്മെന്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ്, കൃഷ്ണൻ ആരാണെന്ന് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്? രണ്ടാം ലോക മഹായുദ്ധത്തില് അണുബോംബ് വർഷിക്കാൻ കാരണമാണ്. തകർക്കണമെങ്കിൽ എങ്ങനെ തകർക്കണം എന്ന് പഠിക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ എങ്ങനെ നിലനിർത്തണം എന്ന് പഠിക്കണമെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ പഠിച്ചോളൂ എന്ന് ഓപ്പൺഹൈമർ പഠിപ്പിച്ചു. അതാണ് മർഫി ഇപ്പോൾ ഏറ്റെടുത്തിട്ട് സിനിമയായി വരുന്നത്. 2 ഗീത പഠിച്ചാണ്. മക്കളോട് പറയും, 700 ശ്ലോകങ്ങൾ മാത്രമുള്ള ഭഗവത്ഗീത പഠിച്ചാൽ ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടും. ഒരു സംശയമില്ലാത്ത കാര്യം, പഠിക്കേണ്ടത് പോലെ പഠിക്കണം. ഇവിടെ ഷൺമുഖൻ പറഞ്ഞല്ലോ, നമ്മുടെ ലളിതമായ കൃതികളാണ്, ആരും ശ്രദ്ധിച്ചില്ല. മകൻ മരിച്ചതിന്റെ ദുഃഖത്തിലാണ് പല കൃതികളും എഴുതിയത്. പൂന്താനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തത്വജ്ഞാനപൂർണമായിട്ടുള്ള വേദാന്തത്തിന്റെ അവസാന വാക്ക് പോലും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള ഒരു കൃതിയാണ് ജ്ഞാനപ്പാനം എന്ന് പറയുന്നത്. 370 വരികളേ ഉള്ളൂ. 370 വരികൾ, 370. ആ 370 വരികൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അവർ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും സുഖത്തിന്റെയും മരണത്തിന്റെയും കൊലപാതകത്തിന്റെയും പിന്നിൽ പോവില്ല. പഠിച്ചു നോക്കാം. ഇവരൊക്കെ ജീവിച്ചത് ലോകത്തിനു വേണ്ടിയാണ്. ശമനോഭവ ദ്വിപദേശം ചതുഷ്പദേ, ഇരുകാലികൾക്കും 4 സുഖമുണ്ടാവട്ടെ. ഭാരതത്തിന്റെ പ്രാർത്ഥനയാണ്. ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ ഒരു അർദ്ധസൂക്തമാണ്.
ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും സുഖമുണ്ടാവട്ടെ. ആരെങ്കിലും പറയൂ? അപ്പം ഭാരതീയർക്ക് ആരോടെങ്കിലും വിഷമമുണ്ടോ? ഏതെങ്കിലും മതത്തിനെ തകർക്കണമെന്നുണ്ടോ? ഏതെങ്കിലും ജാതിയെ ഇല്ലാതാക്കണമെന്നുണ്ടോ? ഏത് ജാതിയാണ് ഏത് മതമാണെന്നല്ല അവിടെ. ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും സുഖമുണ്ടാവട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാം. ആരുടെ മനസ്സിൽ തോന്നി ഞാൻ പറഞ്ഞു തന്നു. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ദുർവ്യാഖ്യാനം ചെയ്ത് വിക്കിപീഡിയയിൽ കിടക്കുന്നുണ്ട് കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. വിക്കിപീഡിയയിൽ പലതും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ സൂക്ഷിക്കണം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ അബ്ദുൽ കലാമിനെ പോലെ, ഗാന്ധിജിയെ പോലെ, വിവേകാനന്ദനെ പോലെ, ഹക്കനെയും ബുക്കനെയും കൃഷ്ണദേവരായരെയും ശ്രീനാരായണ ഗുരുദേവരെയും ചട്ടമ്പിയെയും ശങ്കരനെയും പോലെ, മലാല യൂസഫ് സായിനെ പോലെ, യേശുദേവനെ പോലെ, ബുദ്ധനെ പോലെ ലോകം കീഴടക്കാനുള്ള ആധ്യാത്മികമായിട്ടുള്ള ഈശ്വരീയമായ ചൈതന്യമുള്ള നിങ്ങളെ ഇന്ന് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു സംഗതിയാണ് കരമധ്യേ സരസ്വതി എന്നതിൻ്റെ മറ്റൊരു വെർഷനായിട്ട് നമ്മുടെ ഉള്ളം കയ്യിലിരിക്കുന്ന ഈ സരസ്വതിയുടെ പെട്ടി. ഏതാണ്? മൊബൈൽ അല്ലേ? സരസ്വതി എവിടെ ഇരിക്കുന്നത്? മൊബൈലായിട്ടുള്ള കയ്യിലിരിക്കുന്നു, മൗസായിട്ടുള്ള കയ്യിലിരിക്കുന്നു, മറ്റേ ഇതുണ്ടല്ലോ ചാനൽ മാറ്റുന്നു ഒക്കെ ഉള്ള കയ്യിലാണ്. കരമധ്യേ സരസ്വതി. ഏത് സരസ്വതി വേണമെന്ന് തീരുമാനിച്ചു. അതിൽ കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണന്മാർക്ക് സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ വൈശ്യന്മാരും ശൂദ്രന്മാരും ക്ഷത്രിയന്മാരെയും ഒക്കെ കൊല്ലണം എന്നാണ്, നശിപ്പിക്കണം എന്നാണ് വ്യാഖ്യാനം കൊടുക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശം. ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന രാജാക്കന്മാരും നല്ലതായിട്ട് പ്രജകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന രാജാക്കന്മാരും പ്രജകളും നന്നായിരിക്കട്ടെ. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. കാലിക്കുലങ്ങൾ, ഗോ എന്ന് പറഞ്ഞാൽ പശു എന്ന് മാത്രമല്ല അവിടെ അർത്ഥമുണ്ട്, അർത്ഥവൈകുല്യമുണ്ട്. കാലിക്കുലങ്ങൾക്ക് എല്ലാ നാൽക്കാലികൾക്കും സുഖമുണ്ടാവട്ടെ. ബ്രാഹ്മണേഭ്യ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളതെന്നേ അർത്ഥമുള്ളൂ. നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനമുണ്ടോ? നിങ്ങൾ ബ്രാഹ്മണനാണ്. എനിക്ക് ബ്രഹ്മജ്ഞാനമുണ്ടോ? ഞാൻ ബ്രാഹ്മണനാണ്. ബ്രഹ്മജ്ഞാനാനാവി ബ്രാഹ്മണ ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാദിജ. മനുസ്മൃതി പോലും പറയാണ്, ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്. കർമ്മം എന്താണ് ചെയ്യുന്നത് അല്ലേ? നല്ലത് ചെയ്യുന്നവനെയാണല്ലോ നമ്മൾ കള്ളനാണ് ആയിട്ട് പറയാറില്ല. ഇല്ല, അയാൾ നല്ലതാണ്, എന്താ പറയുക, മഹാകള്ളനാണ്. കാരണം കള്ളതനാണ്. കർമ്മണ അത് കള്ളനാവുന്ന കാര്യമാണ്. അപ്പൊ കർമ്മമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. കൃതജ്ഞത എന്ന് പറയുന്ന വാക്ക് പോലും അങ്ങനെയാണ് വന്നത്. ഉപനിഷത്ത് പറയുന്നുണ്ട്, കൃതം സ്മര കൃതോ സ്മര എന്നാണ്. കൃതം സ്മര കൃതോ സ്മര, ചെയ്തതിനെ ഓർമ്മിക്കുക, ചെയ്തവരെയും ഓർമ്മിക്കുക. ഈ ലോകത്തില് എന്തൊക്കെ ആരൊക്കെ ചെയ്തു എന്ന് ഓർമ്മിക്കുക. അതിനാണ് പഠിക്കണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ബൈബിളും ഖുറാനും ഒക്കെ പഠിക്കണം എന്ന് പറയുന്നത്. എല്ലാ ഉപനിഷത്തുകളും പഠിക്കുക, ഇതിഹാസങ്ങൾ പഠിക്കുക, നോവലുകൾ വായിക്കുക, കഥകൾ വായിക്കുക, ആരതുമാവട്ടെ എന്തുമാവട്ടെ, എന്നിട്ട് അവരെന്താണ് പറഞ്ഞത് എന്ന് പഠിക്കുക.